സമൂഹം മാറുന്നുണ്ട്. അത് എത്ര വേഗത്തിൽ എത്ര കുറഞ്ഞ് എന്നുള്ള ചർച്ച അവിടെ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു സൊസൈറ്റൽ ചേഞ്ചിനുള്ള ഒരു തലം കേരളത്തിൽ സജ്ജമാണ്. അത് സ്വാഭാവികമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അത് സ്വാഭാവികമായി നടന്നൊരു കാര്യമായി നമ്മൾ എടുക്കരുത്. കഴിഞ്ഞൊരു 10 വർഷമായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും നമ്മളുടെ ഭാവനകളിൽ, സാഹിത്യ ഭാവനകളിൽ, കലാഭാവനകളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ശ്രമകരമായ വലിയ ജോലികൾ, സാമൂഹികമായ അന്വേഷണങ്ങൾ, സമരങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം. അതുകൊണ്ട് നമ്മളത് അത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് സ്വാഭാവികമായി ഇതങ്ങ് പൂർത്തീകരിച്ചോളുമെന്ന് വിചാരിച്ച് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാനതാ പറയുന്നത്. ഇത് മനസ്സിൽ ഉറച്ചു പോയതാണ്. ഒത്തിരി കൊല്ലമെടുക്കുന്നൊന്നും അല്ല അതിൻ്റെ കാര്യം. നമ്മൾ ആ വിഷയം സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരികയും ചർച്ച ചെയ്യുകയും തുറന്ന് ചർച്ച ചെയ്യുകയും ആത്മാർത്ഥമായി ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിധമുള്ള ഒരു ഉത്ബുദ്ധത നമ്മളിവിടെ പ്രദർശിപ്പിക്കണം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു കേവലമായ ഒരു ഉദ്യോഗസ്ഥയോ ഒന്നുമല്ല. നമ്മൾ മലയാളിയുടെ ഉത്ബുദ്ധതയാണ് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ബോഡി ഉള്ള ഒരു കറുത്ത നിറമുള്ളൊരു ആളോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത വിധം ഉത്ബുദ്ധമല്ലാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അവിടെ നടന്ന പല യുദ്ധങ്ങളാണ് ഈ പുതിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കൂടെ പുതിയ വിമർശനങ്ങളും പുതിയ വിശദീകരണങ്ങളും ചർച്ചകളും ആത്മാർത്ഥമായ പരിശ്രമങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ നീട്ടിവെക്കാൻ പാടില്ല. ഇത് സ്വാഭാവികമായി ഉണ്ടായി വരുന്ന കാര്യവുമല്ല.